വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ സഭയുടെ ജന്മദിനമെന്ന് വിളിക്കപ്പെടുന്ന പെന്തക്കോസ്ത്, അതായത് പരിശുദ്ധാത്മാവിന്റെ ആഗമനം വിവരിക്കുന്നു. പരിശുദ്ധാത്മശക്തിയാൽ ശിഷ്യന്മാർ ധൈര്യത്തോടെ പ്രസംഗിച്ചു. വിശ്വാസികളുടെ സമൂഹം രൂപപ്പെട്ടു. ക്രിസ്തീയ സഭയുടെ തുടക്കം കുറിച്ചു. ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയായി അവരിൽ ഇറങ്ങി. അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യഹൂദന്മാർ അവരുടെ സ്വന്തം ഭാഷയിൽ ശിഷ്യന്മാരുടെ പ്രസംഗം ശ്രവിച്ചത് കേട്ട് വിസ്മയിച്ചു. പത്രോസ് എഴുന്നേറ്റ് ജോയൽ പ്രവാചകന്റെ പ്രവചനം നിറവേറ്റപ്പെട്ടുവെന്ന് വിശദീകരിച്ചു. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. 2-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. യേശുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ദാവീദിന്റെ വചനങ്ങളിലേക്ക് പത്രോസ് ശ്രദ്ധ ക്ഷണിക്കുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലതുവശത്തുണ്ട്. എന്റെ ഹൃദയം സന്തോഷിച്ചു. എന്റെ നാവ് സ്തോത്രം ആലപിച്ചു. എന്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. നിത്യജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തന്റെ സാന്നിധ്യത്തിൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. 2-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഏകദേശം 3000 പേർ ആ ദിവസം ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശത്തിലും കൂട്ടായ്മയിലും അപ്പം മുറിക്കുന്നതിലും പ്രാർത്ഥനയിലും സ്ഥിരമായി നിന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.